ഇതൊരു ലൈറ്റ് മാറിയ മാതിരി അല്ലേ, പച്ച കളർ മാറിയിട്ട് നല്ല വെയിൽ വന്നപ്പോൾ കണ്ടോ പാടത്തിൻ്റെ ഭംഗി നോക്കിയപ്പോൾ. നമ്മൾ ആ ദൂരെ നിന്ന് കണ്ട ആ വീടാണ് നമ്മൾ ആ കളപ്പുര. ഇതൊന്നും ഒരു കളപ്പുരയാണ്, നെല്ലുകളൊക്കെ സംഭരിച്ച് വെച്ചിരുന്ന ഒരു സ്ഥലം. ഇതൊരു പാടത്തിൻ്റെ സെൻറ്ററിലാണ് നിൽക്കുന്നത്. ഈ ഒരൊറ്റ വീടുള്ളൂ ഇവിടെ, അതുകൊണ്ടാണ് ഇത് ഇത്ര ഫേമസ് ആകാൻ കാരണം. എല്ലാ റീൽസിലും എല്ലാ ഷോർട്സിലും ഇത് കാണാം. ഇത് ബലി കൊടുക്കുന്ന സ്ഥലമാണ്. നമ്മൾ പൂജയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ വെച്ചിട്ടാണ് അതിനെ അറുക്കുന്നത്. ആട്, കോഴി, നമ്മളൊക്കെ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടന്നിട്ട് നമ്മുടെ സുഹൃത്തുമാരും കുടുംബക്കാരൊക്കെ വന്നിട്ട് നമ്മൾ വെച്ച് കഴിച്ച് ഇവിടുന്ന് പോകണം. ഒരു ബാക്കി സാധനം കൊണ്ടുപോകാൻ പാടില്ല. അതാണ് ഐതിഹ്യം. അതാണ് ഇവിടെ കണ്ട ഇവിടെ ഉണ്ട്. ഇവിടെ ആൾക്കാർ ഫുഡ് വെച്ചിട്ട് ഇവര് തമിഴന്മാരാണ്. എല്ലാവരും വന്നിട്ട് ഇവിടെ ഇരുന്ന് കഴിച്ചിട്ട് ആൾക്കാർ കൊടുക്കുകയും ചെയ്യും. പിരിഞ്ഞു പോകണം. ഇറങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കാരണം ഇത് ഒരു ഡേഞ്ചർ ആയിട്ടുള്ള വെള്ളച്ചാട്ടമാണ്. അത്യാവശ്യം ആഴമുണ്ട്, പിന്നെ അങ്ങ് ഒഴുകിയങ്ങ് പോകും. ഇഷ്ടംപോലെ ആൾക്കാർ കുളിക്കണൊക്കെ ഉണ്ട്, ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ലത്. നല്ല മഴയത്ത് ഇതിലൂടെയൊക്കെ വെള്ളം വരുന്ന സ്ഥലമാണ്. അത്യാവശ്യം പൂപ്പലൊക്കെ കാണുന്നുണ്ട് ഈ പാറക്കല്ലിൽ. ഞങ്ങളിങ്ങനെ വരുന്ന വഴിക്ക് വീണ്ടും ഒരു ചായക്കട. ഇതാറിയ ചായക്കട? ചന്ദ്രേട്ടൻ്റെ ചായക്കട. ഇവിടെ ഊണും ബിരിയാണി ചായ ഒക്കെ ഉണ്ട്. ഊണില്ല? എന്ത് ചെയ്യണം? ഊണ് കഴിഞ്ഞു. ഊണുണ്ടല്ലേ ഇവിടെ? ഉണ്ടാവാറുണ്ടോ? നമസ്കാരം ഏട്ടാ, ഞാനിപ്പോൾ പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിലാണ്. നമുക്ക് ഇന്ന് പോകേണ്ടത് കൊല്ലങ്കോടാണ് കേട്ടോ. ഞാനിന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കൊല്ലങ്കോടിൻ്റെ നല്ല കാഴ്ചകളാണ്. നമുക്കറിയാം ഇന്ത്യയിൽ തന്നെ 10 പ്രധാനപ്പെട്ട ഗ്രാമങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള മനോഹരമായിട്ടുള്ള സ്ഥലമാണ് കൊല്ലങ്കോട് എന്ന് പറയുന്നത്. കൊല്ലങ്കോടിൻ്റെ ഭംഗിയാണ് നമ്മളിന്ന് കാണിക്കുന്നത്. കൊല്ലങ്കോടക്ക് ഇവിടെ നിന്ന് എല്ലാ 10 മിനിറ്റ് കൂടുമ്പോഴും പ്രൈവറ്റ് ബസ്സുകളുണ്ട്. KSRTCയുടെ ഒരു ബസ് പോലും ഇല്ല കേട്ടോ. ഇവിടുന്ന് നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ട്രിപ്പൊന്നുമില്ല. 10 മിനിറ്റ് കൂടുമ്പോൾ ഉണ്ട്. ഏകദേശം 25 കിലോമീറ്റർ മേലെ ഉണ്ട് ഇവിടുന്ന് കൊല്ലങ്കോടുക്ക് പാലക്കാട് നിന്ന്. അതായത് 1 മണിക്കൂർ മേലെ ഉണ്ട്. 30 രൂപയാണ് ഒരാൾക്ക് ചാർജ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള അധികം കാഴ്ചകളൊന്നുമില്ല, ചെറിയ കുറച്ച് കട്ടുകൾ കാണിക്കാം. അതിനുശേഷം നമുക്ക് കൊല്ലങ്കോട് പോയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ട്, ഒരുപാട് വ്യൂ പോയിന്റുകളുണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇവിടെ നിന്ന് നേരെ കൊല്ലങ്കോട് വാ. ഈ ബസ്സിലാണ് നമ്മൾ പോകുന്നത്, SRT. ഇതിപ്പോൾ 10:45 ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന കൊല്ലങ്കോട് ബസ്സാണ്. വാ. ഇന്നെൻ്റെ യാത്രയിൽ നമ്മളെ വീഡിയോസിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണാറുള്ള അസറും ഉണ്ട് കേട്ടോ. അസറും ഞങ്ങൾ രണ്ടാളും കൂടിയാണെന്ന് കൊല്ലങ്കോട് പോകുന്നത്. ഇവിടെ ഇരുന്ന ചാട്ടം ഉണ്ടാവില്ലേ? ഓക്കെ. ഇത്തിരിയാണ് നീരുന്നത്. അപ്പോൾ സൈഡിലിരുന്ന് നമുക്ക് കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. പക്ഷേ പ്രത്യേകിച്ച് ഇവിടുന്ന് അതായത് പാലക്കാട് നിന്ന് കൊല്ലങ്കോട് വലിയ കാഴ്ചകളൊന്നുമില്ല. ബസ്സിൽ തീരെ ആൾ കുറവാണ് കേട്ടോ. എപ്പോഴും ബസ്സുള്ളവരനെ. ഇതാണ് ഇപ്പോൾ കൊല്ലങ്കോട് ടൗൺ കേട്ടോ. നിൽക്കണ ചേട്ടനല്ലേ, ആ ഓട്ടോയിലാണ് നമ്മൾ പോകുന്നത്. ഇത് ബസ്സുകാർ തന്നെ അറേഞ്ച് ചെയ്തെന്നാണ്. ഇപ്പോൾ ആർക്കെങ്കിലും ഈ നമുക്ക് ഉൾപ്രദേശങ്ങളിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഭാവാനന്ദ് എന്നാണ് ഈ ഓട്ടോയുടെ പേര്. വിളിച്ചാൽ മതി. ചേട്ടൻ്റെ പേരാണ് ബാബു. ബാബു നിങ്ങളെ നമ്പർ എന്ന് പറഞ്ഞേ? 81 36 88 11 45. ആ നമ്പറിൽ വിളിച്ചാൽ മതിട്ടാ. അപ്പോൾ പുള്ളി ഇവിടെയുള്ള സ്ഥലങ്ങളെല്ലാം, പുള്ളി ഇവിടുത്തുകാരൻ തന്നെയാണ്, കൊല്ലങ്കോടുള്ളതാണ്. അപ്പോൾ ഇവിടെയുള്ള സ്ഥലങ്ങളെല്ലാം പുള്ളി കൊണ്ട് കറങ്ങി കാണിച്ചിട്ട് തിരിച്ച് ഇവിടെ നിന്ന് തൃശ്ശൂർക്കും ബസ് ഉണ്ടല്ലേ? പാലക്കാട് ഡയറക്റ്റ് ബസ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ അതാണ് അവിടെയാണ് നമ്മൾ ഇറങ്ങിയത്. അവിടെ നിന്ന് നടന്നു വന്നതാണ്. അപ്പോൾ എന്തായാലും പോയാലോ? അപ്പോൾ നമുക്ക് കിലോമീറ്ററും കൂടെ ഒന്ന് ഇവർക്ക് കാണിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ എത്ര കിലോമീറ്റർ ഓടിയെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ. ഇതാണ് കിലോമീറ്റർ കേട്ടോ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന കിലോമീറ്റർ. ഓക്കെ, എന്നാൽ പോവാം. ശരിക്കും നിങ്ങൾ കിലോമീറ്റർ എത്ര ചാർജ് ചെയ്യണത്? നമ്മൾ ഇവിടെ പഞ്ചായത്ത് 30 രൂപയാണ്. വണ്ടികളില്ലാത്തവർക്ക്, വണ്ടി ഉണ്ടെങ്കിൽ 2 വീലറൊക്കെ വരികയാണെങ്കിൽ അതാണ് നല്ലത്. വണ്ടി ഇല്ലാത്തവർക്കാണെങ്കിൽ നമുക്കിങ്ങനെ ഓട്ടോ വിളിച്ച് പോകേണ്ടതായിട്ട് വരും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ കാഴ്ചകളൊക്കെ ശരിക്കും ഒരു 2 കിലോമീറ്റർ അകത്താണല്ലേ? പിന്നെ 2 അല്ല, ഇവിടുന്ന് 4 കിലോമീറ്റർ ഉള്ളിൽ പോകണം. ഉള്ളിലാണ് ഇത് പല ഇതിലാണ് കിടക്കുന്നത്. ശരി. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ലോഡ്ജൊക്കെ ഉണ്ട് ഇവിടെ. 1 2 3 ലോഡ്ജ് ഉണ്ട്. ഇത് ലോഡ്ജാണ്. അവ ചിങ്ങഞ്ചിറ കാഴ്ചകൾ കാണുന്നത്. ഇവിടെയൊക്കെ ലോഡ്ജൊക്കെ ഉണ്ട് താമസിക്കാൻ വേണ്ടി.
ഈ റോഡ് പൊള്ളാച്ചി റോഡാണ് കേട്ടോ. എത്ര കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് പൊള്ളാച്ചിക്ക്? ഇവിടുന്ന് പൊള്ളാച്ചിക്ക് ഒരു 12-13 13 തമിഴ്നാട് മിക്സ് ആയതുകൊണ്ട് എവിടെ നോക്കിയാലും തമിഴ്നാട് സ്റ്റൈലാണല്ലേ. നെല്ലിയാമ്പതി വളരെ അടുത്താണല്ലോ ഇവിടെ തന്നെ. നമ്മുടെ നെന്മാറ നെല്ലിയാമ്പതി അടുത്താണ്. ഇത് നെല്ലിയാമ്പതി താഴെ തന്നെ ഈ സംഭവങ്ങളൊക്കെ. ശരിയാ. നെല്ലിയാമ്പതി മലയുടെ അടിയിൽ. അടിയില് ഇവിടുത്തെ ഹോട്ടൽ ഇത് ലോഡ്ജാണ്. ഇത് വണ്ടിത്താവളം മീനാക്ഷിപുരം അങ്ങനെ പോയി ചേരുന്ന വണ്ടിത്താവളം ചിറ്റൂര് പോണ റോഡൊക്കെയാണ്. ഇതാണ് നമ്മുടെ റോഡ്. നമ്മൾ പോണത് ചിങ്ങഞ്ചിറ അതൊക്കെ പറയില്ലേ, മറ്റേ നമ്മളൊരു വേണ്ടി പോണ റൂട്ടാണത്. നമ്മളിപ്പോ കുടിലെത്തിക്കാൻ പോണത്. ഇത് പോകുമ്പോ സൈഡിലൊക്കെ കംപ്ലീറ്റ് അത് നെല്ലിയാമ്പതി മലയാണുള്ളത്. നെല്ലിയാമ്പതി താഴെ എന്നാണ് പറയുന്നത്. എല്ലാവരും അങ്ങനെ ക്ലിയർ ആയിട്ട് അറിയില്ല, അതങ്ങനെ പറയുന്നത്. നല്ല രസകരമായ പാടശേഖരം. അതാണ് കുടിലിട, അതല്ലേ കാണുന്നല്ലേ? ഇവിടേക്ക് ഇതിലൊക്കെ ഒരുപാട് ഷൂട്ടിംഗ് എടുത്തിട്ടുണ്ട് ഈ തെങ്ങ് വരമ്പിലൊക്കെ. അത് നമ്മൾക്ക് അറിയില്ല, ഇപ്പൊ പടത്തിൽ കണ്ട പെട്ടെന്ന് അറിയില്ലല്ലോ. സിനിമയൊക്കെ ഷൂട്ട് ചെയ്യാറുണ്ടല്ലോ. ഈ തെങ്ങ് വരമ്പൊക്കെ ഷൂട്ട് ചെയ്യാൻ പടങ്ങളുണ്ട്. നല്ല രസമാണ്. അവിടെ ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണല്ലോ. ടൂറിസ്റ്റുകൾ വന്ന് ഇരിക്കുന്നതാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് തിരിഞ്ഞിട്ട് അതിന്റെ അടിയിലോട്ട് ഇറങ്ങി പോലെ. അപ്പൊ ഇവിടെ നമുക്ക് പ്രവേശന പാസം കിട്ടാം. 20 രൂപ കൊടുത്താൽ ടിക്കറ്റ് കിട്ടും. നമസ്കാരം ചേട്ടാ. ഇതൊക്കെ നാടൻ സാധനങ്ങളാണല്ലേ? കൊടുത്താ മീൻ വളർത്തുണ്ടോ അവിടെ? അങ്ങനെ ഫ്രഷായിട്ട് പിടിച്ചെടുക്കാം. അങ്ങനെയാണ് ഇവിടെ കൊല്ലങ്കോട് കാണേണ്ട സ്ഥലങ്ങൾ: കുടിലിടം, മണിക്കുണ്ടുകുളം, സീതാർകണ്ട്, ചിങ്ങഞ്ചിറ, ചെല്ലച്ചേട്ടൻ്റെ ചായക്കട, വെള്ളരിമേട് വെള്ളച്ചാട്ടം. ഓക്കെ, ഏതിലേ പോണത്? എൻ്റെ ഓക്കെ. ഇവിടെ അത്യാവശ്യം ആൾക്കാരുണ്ട് കേട്ടോ അല്ലേ? ഉണ്ട്. കാളവണ്ടിയുടെ ഉണക്കില്ലേ ഓഫ് ചെയ്ത്. എവിടത്തെ ഒരു വണ്ടി കിട്ടത് ഫോട്ടോ എടുക്കാനുള്ള പരിപാടിക്കൊന്നും തോന്നല്ലേ? വണ്ടി മാത്രമേ ഉള്ളൂ. വണ്ടി മാത്രമേ ഉള്ളൂ. തവളക്കിണറ. നെൽപ്പാടങ്ങൾ വിളഞ്ഞിട്ടില്ല കേട്ടോ, കതിരാവറാവണുള്ളത്. കണ്ടമാനം ടൂറിസ്റ്റുകളുണ്ട്. നമുക്കിതിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അറ്റം വരെ നടന്നു പോകട്ടെ. സൂക്ഷിച്ചോ. ഇതാണ് നമ്മൾ പല വീഡിയോകളിലും ഷോർട്സിലും റീൽസിലൊക്കെ കാണാറുള്ള കുടിലിടം എന്ന് പറയുന്ന സ്ഥലം. ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ. മലയാളം, തമിഴ്. നല്ല രസമല്ലേ ഇതുണ്ടോ? അവിടെ വെള്ളം ഒഴുകി വരണുണ്ട്. അതല്ലേ നെല്ലിയാമ്പതി മലയുടെ താഴ്വാരാണ് ശരിക്കും. ഇത് നെല്ല് വിളഞ്ഞിക്കുന്ന സമയത്ത് നല്ല രസമായിരിക്കും കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാം. ഇനി നമ്മളെങ്ങടാ അടുത്തത്? നമ്മളെ ചേട്ടനവിടെ. ഇവിടെ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമുണ്ട് കേട്ടോ, നസർ ബാത്ത്. നോക്കി, നെൽവിത്തണല്ലേ? നെല്ലുന്നത് ഡാർക്ക് വയലറ്റ് തരത്തിലുള്ള നെല്ല് കേട്ടോ. ഉണ്ടോ? നല്ല രസമുണ്ടല്ലേ? നല്ല വളരും. ഇത് വെട്ടിവിടണത്. ഞാൻ വിചാരിച്ചത് ഭംഗിക്ക് ഫോട്ടോ. നല്ല ഭംഗിയില്ല, അരിയാണിത്. ഇതവിടെ അരി വെച്ചിട്ടുണ്ട്. വലയിട്ടാരണം കറക്റ്റ് കിട്ടുമല്ലോ അത്. കുറച്ച് ഇതായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള കുറേ അരി സാധനങ്ങൾ നമ്മളിപ്പോൾ കണ്ടില്ലേ, ചുവന്ന അരി. അത് ഇതാണ്? ഇതാണ് അതിൻ്റെ അരി. നസർബാത്തിന്റെ അരി ഇതാണ്. നസർബാത്ത്. ഇത് ഏത് രാജ്യത്തിനാണ്? ഇത് നമ്മുടെ മഹാരാഷ്ട്രയിലെ ആദിവാസികൾ കൃഷി ചെയ്യുന്നതാണ്. എന്താണ് ഇതിന്റെ പ്രത്യേകത? ഇതിൽ ഒരുപാട് ഫൈബർ കണ്ടന്റുകൾ അടങ്ങിയിരിക്കുന്നു. അതിന് ഈ ഡയാമിസ് എന്ന് പറഞ്ഞ ഒരുപാട് ശാസ്ത്രീയമായ ഒരുപാട് ഇത് തെളിയിക്കപ്പെട്ടതാണ്. ഷുഗറിനൊക്കെ ഏറ്റവും ബെസ്റ്റാണ്. വളം ഇടാതെ കൃഷി ചെയ്യുന്ന സാധനമാണ്. വളം വേണ്ട. വളം ഉണ്ടെങ്കിലൊക്കെ നശിച്ചു പോകും. വളം ഇത് കണ്ടില്ലേ, ഒരു 7 അടിയോളം ഹൈറ്റ് വരും. ഇത് എന്താ വില? 250 1 കിലോ. ഇത് സാധാരണ? അത് സാധാരണ മട്ട. നമ്മൾ
ഇപ്പോൾ പാടങ്ങളിൽ കാണും. ഓക്കെ. അതാണ് നിങ്ങളുടെ പേരെന്താ? സക്കീർ ഹുസൈൻ. ഓക്കെ, താങ്ക് യു. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് തിരിച്ച് ഇനിയിപ്പോൾ എങ്ങനെയാണ് നമ്മൾ പോണത്? നമ്മൾ പോകുന്നത് ചിങ്ങഞ്ചിറ അമ്പലം, അതൊക്കെ പോണ വഴിക്ക് ചെല്ലപ്പേട്ട ചായക്കട. ഓക്കെ. പിന്നെ അവിടെ കഴിഞ്ഞു ചെല്ലപ്പേട്ടൻ്റെ ചായക്കടയിൽ ചായ മാത്രമേ ഉള്ളൂ? ചായ, കടി, ഉഴുന്നോട, പരിപ്പുവട, ഇഡ്ഡലി, അങ്ങനെയുള്ള. ഓക്കെ, എന്നാ ഇവിടെ ഈ റോഡിന് പേര് വല്ലതും ഉണ്ടോ? അതന്നെ മറ്റേ ചിങ്ങഞ്ചിറ റോഡ്. നെമ്മേനി ചിങ്ങഞ്ചിറ പ്രകൃതി ക്ഷേത്രം അയ്യപ്പ ക്ഷേത്രമാണത്. ചെല്ലപ്പേട്ടൻ്റെ ചായക്കടയിലേക്കൊക്കെ പോകണം. ഒക്കെ ഇതിൻ്റെ അടുത്തുണ്ടോ? നമ്മളിപ്പോൾ കണ്ട പാടം ഇപ്പം കാണണം. ഒക്കെ ഇതിൻ്റെ അടുത്തടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളാണ്. റോഡ് കുറച്ച് ശോകമാണ് കേട്ടോ. അത്യാവശ്യം നല്ല കുഴിയുണ്ട്. പണിയാറായി രണ്ടാമത്. ആ കാണുന്നതാണോ കട? ആ കാണുന്ന കട അതല്ല, അത് പോവാണ്. അവിടുത്തെ കടകളൊക്കെ ഈ പനമ്പോണ്ട് ഓലല്ല പനമ്പിലായി പനമ്പോണ്ട് പണത്തുണ്ടാക്കിയിരിക്കുന്ന പഴയ ചായക്കടകളാണ് പോകുന്നത്. അയ്യോ, റോഡ് വളരെ മോശമാണ്. ഏത് മന്ത്രിയോട് അർജന്റായിട്ട് നന്നാക്കേണ്ട ഒരു സമയമായി. മഴയും കൂടെ പെയ്ത് കഴിയുമ്പോൾ നല്ല കുഴിയായി അല്ലേ? പിന്നെ വളരെ കുഴിയായി, ഭയങ്കര. ഇവിടെ റോഡ് വളരെ മോശമാണ്. വേറെ വഴിയൊന്നുമില്ല ഇങ്ങോട്ട് പോകാൻ? തന്നെ അതാ കാണുന്നതാണ് ചെല്ലപ്പേട്ട കട. ഇവര് പറയണത് ഏകദേശം ഒരു 50 കൊല്ലത്തിൽ മേലെ പഴക്കമുള്ള കടയാണ്. അന്നും ഇന്നും എന്നും ഇതേമാതിരി തന്നെ ഈ പനമ്പോണ്ടുള്ള ഓലകൾ കഴിഞ്ഞിട്ടുള്ള കടയാണത്. ഇതാണ് ആ കട. ഇതിങ്ങനെ ഫേമസ് ആയി, സോഷ്യൽ മീഡിയ വഴി ഫേമസ് ആയ കട. അപ്പം നമുക്ക് ഈ കടയുടെ അകത്തോട്ടൊന്ന് പോട്ടെ. ഇതിൻ്റെ മേൽക്കൂര ഉണ്ടോ? വാ, പറഞ്ഞോ. ഇതാണ് ചേട്ടൻ ഉണ്ടോ? ചേട്ടനെ കാണാത്തവർ വേണമെങ്കിൽ കണ്ടോ. അതെ, ചേട്ടനൊരു വീഡിയോയിലും അങ്ങനെ അധികം കാണാറില്ല അല്ലേ? വീഡിയോയിലൊന്നും വരാറില്ല അധികം. ചായ 3 ചായ പറഞ്ഞോ. ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ. പരിപ്പുവട ചായ. മധുരം കുഴപ്പമില്ല, മീഡിയം മതി. ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ ചെല്ലപ്പേട്ടൻ്റെ കടയിൽ നിന്ന് ഏകദേശം ഒരു 1/2 കിലോമീറ്ററിലോട്ടെ പെരിങ്ങോട്ടുശ്ശേരി കളന്നൂരടുത്ത് പണ്ട് നെല്ല് സംഭരണം ധാന്യങ്ങളൊക്കെ ബൾക്കായിട്ട് സൂക്ഷിച്ചു വരുന്ന സ്ഥലമാണ്. ഇവിടെ കണ്ട ഇവിടെയൊക്കെ മൊത്തം നെൽപ്പാടങ്ങളുണ്ട്. പപ്പായ കൃഷി ഉണ്ട്. കുറേ കൊടിഞ്ഞു പോയി മഴയത്ത്. വളരെ നാരമായിട്ടുള്ള റോഡുണ്ട്. അതായത് വണ്ടി വരുമ്പോൾ തന്നെ ഒതുക്കിയെടുത്തിട്ട് ഇങ്ങനെ പോകണം. അപ്പോൾ ഇതാണ് പെരിങ്ങോട്ടുശ്ശേരി കളം കേട്ടോ. ഇവിടെയും ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ട്. ഇവിടുത്തെ സംഭവം പ്രത്യേകത എന്ന് വെച്ചാലേ നമ്മളിവിടെ തൊട്ടടുത്ത് കണ്ട നെല്ലിയാമ്പതി മല തൊട്ടടുത്ത് കാണാം. അവിടെ ആ മലയുടെ നേരെ അടിഭാഗമാണ് ഈ സ്ഥലം കേട്ടോ. ഇവിടെ കൂടുതൽ ആൾക്കാർ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഷോർട്സ് എടുക്കാനൊക്കെയാണ് വരുന്നത്. എന്ത് തേനത്? വൻതേൻ. പെരുന്തേൻ അല്ലേ? എവിടെ നിന്ന് തന്നെ എടുക്കണത്? ഒറിജിനൽ തേൻ. അപ്പോൾ ഇതാണ് ഈ സ്ഥലം. ഒരു പാറപ്പുറത്താണ് ഇതിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലാന്ന് തോന്നല്ലേ? ഇവിടെ ഇപ്പോൾ ഈ കളപ്പുര തുറക്കാറില്ല കേട്ടോ, ക്ലോസ്ഡ് ആണ്. ഇവിടെ മുഴുവൻ നോക്കി മാവുകൾ വെച്ചേക്കണോ. മുഴുവൻ നെൽപ്പാടങ്ങളുണ്ട് ഇവിടെ. ആൾക്കാരൊന്ന് ഫോട്ടോ എടുക്കണം. ഇതാണ് കളപ്പുര. ഇനി നമ്മൾ പോകുന്നത് ചിന്നഞ്ചിറ കറുപ്പസ്വാമി ക്ഷേത്രം അല്ലേ? ഒടിയൻ ഒക്കെ സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്ന സ്ഥലമാണ്. ഇവിടെ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ട്? നമ്മളിപ്പോൾ പെരിങ്ങോട്ടുശ്ശേരി കളത്തുനിന്ന് എത്ര കിലോമീറ്റർ ഉണ്ട്? ഇവിടുന്ന് നമ്മളൊരു 2.5 കിലോമീറ്റർ. ഇതേ പോകുന്നത് അതേപോലെ എളുപ്പമാണ്. നമ്മൾ കറങ്ങി പോകുന്നുള്ളൂ. 2.5 കിലോമീറ്റർ. 2.5 കിലോമീറ്റർ. ഇവിടെ കംപ്ലീറ്റ് മാവുകളാണ്. നോക്കി പ്രൂൺ ചെയ്ത് നിർത്തിയേക്കണം. നല്ല കുറ്റിച്ചെടി ആയിട്ട് നിർത്തിയേക്കണം മാവുകളാണ്. ചിങ്ങഞ്ചിറ റോഡിന്റെ പേര് ചിങ്ങഞ്ചിറ റോഡ്. ചിങ്ങഞ്ചിറ ക്ഷേത്രത്തിലുള്ളൊരു ആരോ മാർക്കാണ്. ഇതും ചെറിയൊരു റോഡാണ് കേട്ടോ. വളരെ വീതി കുറഞ്ഞുള്ള റോഡാണ്. നല്ലൊരു തടാകം. വെള്ളം കുറവല്ലേ ഇപ്പം? നിറയെ ടൂറിസ്റ്റിന്റെ ബഹളമുള്ള. ശനി ഞായറും നല്ല തിരക്കല്ലേ ഇവിടെ? ശനി ഞായർ തിരക്കുണ്ടാവും.
ആൽമരങ്ങൾ കണ്ടോ, എത്രയോ കാലം പഴക്കമുള്ള മരങ്ങളാണെന്ന് അറിയാം. നോക്കി ഇവിടെ എന്താണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത? ഇതിൻ്റെ പ്രത്യേകത നമ്മളിവിടെ കല്യാണം കഴിയാത്തവർ, കുട്ടികളില്ലാത്തവർ, ഈ വീട് കെട്ടുന്ന മുടങ്ങി കിടക്കുന്നവർ, ഇതാണ് എൻ്റെ ഓർമ്മയിലുള്ള ഐതിഹ്യങ്ങൾ. നമ്മൾ കേട്ടിട്ടുള്ള ഇതൊക്കെയാണത്. അതിന് ഇവിടെ ഈ പോലെ കെട്ടിയിട്ടുള്ളത്. പിന്നെ ഇവിടെ ആട്, നമ്മൾ വിചാരിച്ച കാര്യം നടന്നു കഴിഞ്ഞാൽ ആട്, കോഴി, പിന്നെ പൂജ നമുക്ക് കടക്കാൻ പറ്റുമോ? കടക്കാം. അതിനുള്ള തൊട്ടിലുകൾ ഇങ്ങനെ കെട്ടിട്ടേക്കണം അല്ലേ? കുട്ടികളില്ലാത്തവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന സ്ഥലമാണ്. ഇത് ബലി കൊടുക്കുന്ന സ്ഥലമാണ്. നമ്മൾ പൂജയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ വെച്ചിട്ടാണ് അതിനെ അറുക്കുന്നത്. ഇവിടുത്തെ എന്തിനറക്കുന്നത്? നമ്മൾ ആട്, കോഴി, നമ്മളൊക്കെ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടന്നിട്ട് ഇവിടെ പ്രധാന പ്രതിഷ്ഠ അന്നദാനം ഉണ്ടോ അല്ലേ? അവരവര് വെച്ചൊന്ന് കഴിക്കുന്ന. ശരി ശരി. അത് ആർക്കും വേണമെങ്കിലും വന്ന് കഴിക്കാൻ പറ്റും? നമ്മുടെ സുഹൃത്ത് ആർക്കും കഴിക്കാം. ശരി. നമ്മുടെ സുഹൃത്തുമാര്, കുടുംബക്കാരൊക്കെ വന്നിട്ട് നമ്മൾ വെച്ച് കഴിച്ച് ഇവിടുന്ന് പോകണം. ഒരു ബാക്കി സാധനം കൊണ്ടുപോകാൻ പാടില്ല. അതാണ് ഐതിഹ്യം. അതിന് ദേ ഇവിടെ കണ്ട അവിടെ ഉണ്ട്. ഇവിടെ ആൾക്കാർ ഫുഡ് വെച്ചിട്ട്, ഇവര് തമിഴന്മാരാണ്, എല്ലാവരും വന്നിട്ട് ഇവിടെ ഇരുന്ന് കഴിച്ചിട്ട് ആൾക്കാർ പിരിഞ്ഞു പോകണം. അതാണ് ഇവിടുത്തെ ഒരു ഐതിഹ്യം. ശരിക്കും ക്ഷേത്രം ഇതിന്റെ ബാക്കിലാണോ? അല്ല, അതാണ് ക്ഷേത്രം, അതാണ് അമ്പലം. കാണുന്നതാണ് അമ്പലം. ഇത് രണ്ടാമത്തെ, അത് കാവൽ ദൈവം പറയും ഇതിന്റെയൊക്കെ. കള്ള് മറ്റേ ഇതെല്ലാം വെച്ച് പൂജ ചെയ്യുന്ന. നമുക്കവിടെ പോകാൻ പറ്റുമോ? പരിപാടി നടക്കണം. അത് കുഴപ്പമില്ല. ഇത് ഓരോ ആൾക്കാരുടെ പൂജയാണ്. ശരി ശരി. അവര് ഇത് വേറൊരു പൂജ ചെയ്യണമല്ലേ? ഇതിങ്ങനെ എല്ലാ ദിവസവും ഇവിടെ അന്നദാനം ഉണ്ടോ? അല്ല, എല്ലാ ദിവസവും അല്ല. നമ്മളിപ്പോൾ എല്ലാവരും നമ്മളിപ്പോൾ 10 ആൾ നമ്മൾ ഇന്ന ദിവസം പോവുക എന്ന് പറഞ്ഞ് നേർന്ന് അപ്പം അങ്ങനെ വരിക, ചെയ്ത് പോവുക. അത് ഇന്ന ദിവസം ഒന്നുമില്ല, എപ്പോൾ വേണമെങ്കിലും വരാം. ഇവിടെ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ സന്താനലബ്ധിക്ക് വേണ്ടിയിട്ടുള്ള കല്യാണം, വണ്ടി, വീട്, അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ, വിചാരിച്ച കാര്യങ്ങൾ നടന്നിട്ട് ചെയ്യുന്ന ആൾക്കാർ. ഇതൊക്കെ അവർ ഓരോരോ വിചാരിച്ച കാര്യം നടന്ന ആൾക്കാരായിരിക്കും. ഭക്ഷണം കഴിച്ചിട്ട് അങ്ങനെ പോകില്ല. ഇതൊക്കെ ഇവർ പറയണത് ഏകദേശം 3 തലമുറ, അതായത് 300 വർഷത്തിൽ മേലെ പഴക്കമുള്ള മരങ്ങളാണ് നിൽക്കുന്നത്. ഈ ചേട്ടനാണ് ഇതിൻ്റെ മാനേജ്മെൻ്റ് ഒക്കെ കേട്ടോ. ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് ചന്ദ്രൻ. ചന്ദ്രൻ അല്ലേ? എന്താണ് ഇതിൻ്റെ ചെറിയൊരു ഐതിഹ്യം പറയാൻ പറ്റുമോ? ഇത് 100-300 വർഷം പഴക്കമുള്ള ഇതാണ്. ഇപ്പോൾ അശ്വതി തിരുനാൾ ഏറ്റെടുത്ത ശേഷമാണ് ഒരു ഡെവലപ്മെൻറ്റ് വന്നത്. ഇതിപ്പോൾ നാടൻ പ്രദേശമായതുകൊണ്ട് കൊയ്ത്ത് കഴിഞ്ഞാൽ ആൾക്കാർ ഇവിടെ വരും, പൂജ കഴിക്കും, പോകും. അപ്പോൾ ഇവിടെ അത്ര വൃത്തിയും മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അതേമാതിരി തന്നെ ഇവിടെ പാലക്കാട് ജില്ലയിൽ കാളവണ്ടിയാണ് ജാസ്തി. ഈ കാളവണ്ടി വാങ്ങിച്ചാലും ഇവിടെ വരും, വന്ന് പൂജ കഴിഞ്ഞിട്ട് പോവാം. പിന്നെ മൂപ്പര് ഏറ്റെടുത്ത ശേഷമാണ് ഈ ഡെവലപ്മെൻറ്റ് മുഴുവനും വന്നത്. പിന്നെ ഇതിൻ്റെ ഉത്സവങ്ങളൊക്കെ കൊല്ലത്തിൽ ഏത് മാസം? അതായത് വന്നിട്ട് ഫെബ്രുവരിയിൽ ഒരു സരസ്വതി യാഗമുണ്ട് അമ്പലത്തിൻ്റെ വക. അടുത്ത മാസം മറ്റേ സെപ്റ്റംബറിൽ ഒരു പൊങ്കാലയുണ്ട്. കർക്കിടകത്തിൽ ഒരു ബലിതർപ്പണമുണ്ട്. ഇത് എപ്പോഴും ഓപ്പൺ ആണ്? ഏത് ടൂറിസ്റ്റുകൾക്കും ഒക്കെ എപ്പോഴും അടച്ചു വെക്കുന്ന പ്രശ്നമില്ല. പ്രകൃതി ക്ഷേത്രമായതുകൊണ്ട് അടയ്ക്കാൻ പറ്റില്ല. അവിടെ ഗോപുരം കെട്ടിത്തരാ പറഞ്ഞ് ഒരുപാട് സ്പോൺസർ ചെയ്യും, അത് നടക്കില്ല പറഞ്ഞു. ഒരുപാട് സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഇവിടെ അടുത്ത കാലത്ത് സുരേഷ് ഇവിടെ ഒരു പെരുങ്കളിയാട്ടം എടുത്തിട്ട് പോയുള്ളൂ. പെരുങ്കളിയാട്ടം. അതിന് മുമ്പിൽ ഒടിയൻ ലാസ്റ്റ് ക്ലൈമാക്സ് അപ്പുറത്തെ ആൽമരത്തിൽ. പിന്നെ കുഞ്ഞിരാമായണം എന്ത് കുപ്പിയാണ് ഉരുട്ടി വിടുന്നത്, അത് അവിടെ നിന്ന് മുകളിൽ. പിന്നെ നഞ്ചിയും ഇവിടെ 1-2 പടം ഉണ്ടായിരുന്നു. ഒട്ടേറെ സിനിമകളൊക്കെ പേര് പറയാൻ പറ്റാത്ത. ഇപ്പോൾ സുരേഷ് ഗോപി മോഹൻലാലിനെ അറിയുന്നതുകൊണ്ട് പേര് പറഞ്ഞു. സുരേഷ് ഗോപിയുടെ 1 മാസം ഉണ്ടായിരുന്നു. സുരേഷ് ഗോപി ഒരു 15 ദിവസം ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി അവർ സെറ്റുകളാണ് കംപ്ലീറ്റ് ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങൾ. നമ്മളെ ഈ കൊല്ലംകോട് നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ട്? കൃത്യമായിട്ട് കൊല്ലംകോട് നിന്ന് 6 കിലോമീറ്റർ. ഇവിടെ ഒരു പൂജയ്ക്കുള്ള സാധനം വാങ്ങിക്കണോ അല്ലെങ്കിൽ നിങ്ങൾ കൊണ്ടുവരുന്നു, ഇവിടെ പൂജ കഴിക്കണം. നമ്മുടെ മനസ്സിലുള്ളത് പ്രാർത്ഥിക്കണം. ഒരു വീട് വെച്ചില്ല, ഒരു വീട് വാങ്ങിച്ചുകൊണ്ട് കെട്ടണം. പിന്നെ മക്കൾക്കാരും കല്യാണം കഴിഞ്ഞിട്ടില്ല, ഒരു മഞ്ഞച്ചാട് വാങ്ങിച്ചുകൊണ്ട് കെട്ടണം. പിന്നെ കല്യാണം കഴിഞ്ഞ് കുട്ടിയും മക്കളായിട്ടില്ല, ആ ഒരു തൊട്ടിൽ വാങ്ങിച്ചുകൊണ്ട് കെട്ടണം. നമ്മുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടന്ന ശേഷം നിങ്ങൾക്ക് ഈ ബലികർമ്മം നടത്താം. അല്ല, മാംസത്തോട് നിങ്ങൾക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കയറുന്ന കയറ്റത്തിൽ ആശ്രമമുണ്ട്. ആശ്രമത്തിൽ അമ്മമാരാണ്, 10-15 പേരുണ്ട്, കുട്ടികളടക്കം. അവർക്ക് അന്നദാനത്തിന് നിങ്ങൾ കൊടുക്കണം. ശരി ശരി. അങ്ങനെയാണ്, അന്നദാനമാണ് മെയിൻ. അപ്പോൾ ശരി ചേട്ടാ, താങ്ക് യു.
ഇവിടെ ശരിക്കും 3 ആൽമരങ്ങളാണുള്ളത്. ഇതിൽ കറുപ്പസ്വാമി പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഈ ആൽമരമാണ്. ഇതിന് ഫസ്റ്റ് ഇവിടെ ഉണ്ടായ ആൽമരം. പിന്നെ അതിന് ശേഷമാണ് ഈ ആൽമരങ്ങളൊക്കെ വന്നത്. ബലിതർപ്പണം നടത്തുന്നത് ആ ആൽമരമാണ്. അങ്ങനെ ഒരു 3 സെക്ഷനായിട്ടാണ് അവിടെ അല്ലേ. ഇതിൽ കണ്ടില്ലേ, ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തൊട്ടിലൊക്കെ കെട്ടിയിട്ട് ആൾക്കാർ കുട്ടികളില്ലാത്തവർക്കൊക്കെ വേണ്ടിയിട്ട് കുട്ടികളുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടുന്ന് ഞങ്ങളിങ്ങനെ ഇറങ്ങി ഇനി അടുത്തത് താമരപ്പാടം സീതാർകുണ്ട് വെള്ളച്ചാട്ടമുണ്ട്. അത് ഏകദേശം അടുത്തടുത്താണ്. ഇവിടെ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് കേട്ടോ? ഇവിടെ നിന്ന് 2.5 കിലോമീറ്റർ. 2.5 കിലോമീറ്റർ. റോഡ് കുറച്ച് മോശമാണെന്നാണല്ലേ? ഇത്തിരി സമയം എടുക്കും അങ്ങോട്ട്. ഇനിയിപ്പോൾ നേരെ നമുക്ക് താമരപ്പാടം പോകാം. ഇതിവിടെ സൈഡിലായിട്ടേ ഹോം സ്റ്റേ ഒക്കെ ഉണ്ട് ഇഷ്ടം പോലെ. അത് ഈ നെല്ലിയാമ്പതി മലയുടെ തൊട്ടടുത്ത് തന്നെ ആയിട്ടാണ്. കാരണം ഇവിടെ ദൂരം നിന്ന് വരുന്നവർക്കൊക്കെ ഒരു ദിവസം കൊണ്ട് കണ്ട് തീരില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഹോം സ്റ്റേകളൊക്കെ ഉള്ളത്. നമ്മുടെ വഴിയാണത്. ഈ വഴിയിലൂടെ ഇനി റോഡിന് വല്ല പേരുണ്ടോ? റോഡ് തന്നെ സീതാർകുണ്ട് റോഡ്. ശരി. ഈ റോഡിലൂടെ അങ്ങ് പോകട്ടോ. ഇതാണ് ഇവിടുന്ന് ഏറ്റവും കൂടുതൽ ഗ്രാമം. ഇനി അങ്ങോട്ട് ഇതില്ല. സീതാർകുണ്ടിൻ്റെ അടുത്ത എത്തി താമരപ്പാടം ഏറ്റവും കൂടുതൽ നമ്മളെ ഉള്ളിലോട്ട് വന്നു. വഴി മാത്രം നല്ല ശകലം ഇത്തിരി മോശമാണ്. ഒരു ചെറിയ റോഡാണ്. ഇവിടെ അത്യാവശ്യം വീടുകളൊക്കെ ഉണ്ടല്ലേ? അത്യാവശ്യം വീടുകൾ. പണ്ടത്തെ മറ്റേ നമ്മൾ പുരാണ ഇതുള്ള പണ്ടത്തെ ആൾക്കാർ കൃഷി നടത്തിയതല്ലേ മുതലാളിമാരെന്ന് പറയും നമ്മളിവിടെ. കളക്കാർ അതൊക്കെ അവരുടെയൊക്കെയാണ് വീട് ഇവിടെ ഉള്ളത്. ഇത് പാറയാണ്. പണ്ടത്തെ പാറയാണ്. പണ്ടൊന്നും റോഡില്ല. എല്ലാം പാറമേണ് നിൽക്കണല്ലേ? വീടും ഒക്കെ പാറമേണ്ട്. നിർത്താം. അപ്പോൾ ഇവിടെയൊക്കെ എടുത്തിട്ട് അവിടെ എന്തെങ്കിലും നടന്നു വന്നാൽ മതി. ആ കളത്തിനോട് ഭംഗിയില്ലേ? അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് താമരപ്പാടം എത്തിയിട്ടാണ്. താമരപ്പാടം എന്ന് പറയുന്ന കിലോമീറ്ററോളം അങ്ങനെ നീണ്ടു കിടക്കുന്ന ഒരു പാടശേഖരം. നല്ല രസമായിരിക്കും. ഇഷ്ടം പോലെ സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുണ്ടോ. നമ്മളിത് ആ കാണുന്ന വീടില്ലേ, അതാണ് നമ്മൾ പല ഇൻസ്റ്റാഗ്രാം റീൽസിലും യൂട്യൂബ് ഷോർട്സിലും ഒക്കെ കണ്ടിട്ടുള്ള ആ ഒരു വീട് ഞാൻ ഒന്ന് സൂം ചെയ്ത് കാണിച്ചത്. അതെന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു പാടത്തിന് സെൻറ്ററായിട്ട് നിൽക്കുന്ന ഒരു വീടാണ്. പിന്നെ ഇവിടെ നമ്മൾ പണിയൊക്കെ എടുത്തിട്ട് വിശ്രമിക്കുന്ന ഒരു സ്ഥലം പോലെ നെല്ലും ഇതൊക്കെ ആയിട്ട് നെല്ലും സാധനങ്ങളൊക്കെ കൊണ്ടുവെക്കുന്ന സ്ഥലമാണ്. പണിയൊക്കെ എടുത്തിട്ട് നമ്മൾ കുറച്ച് വിശ്രമിക്കില്ലേ. പിന്നെ ഇവിടെ റിസോർട്ടുകളൊക്കെ ഒരുപാട് വരുന്നുണ്ട്. സിദ്ധാർത്ഥ റിസോർട്ട്, ഒരുപാട് റിസോർട്ടുകൾ വരുന്നുണ്ട്. പിന്നെ വൈകിട്ടൊക്കെ ആയിരിക്കും നല്ല വൈബാണ് കേട്ടോ ഇവിടെ. ഇപ്പം തന്നെ സമയം 2 മണിയാണ്. 2 മണിക്ക് ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് ഉണ്ടോ, നല്ല രസമാണ്. പ്രത്യേകിച്ച് ഈ ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉള്ളതുകൊണ്ടേ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഇവിടെ വന്നപ്പോൾ ഒരു വലിയ മരുന്ന് പച്ചക്കറി കണ്ടോ, വെണ്ടക്ക. ഇവിടെ നിന്ന് നാടൻ വെണ്ടക്കയാണ്, ഇവിടെ നിന്ന് തന്നെ പറിക്കുന്ന വെണ്ടക്കയാണ്. ടീച്ചിങ് ഉണ്ട്. ഇതെന്ത് വില ചേച്ചി? എത്ര വില? ഇത് കിലോ 25. ഇതോ 2.25 തന്നെ. ഫ്രഷ് സാധനങ്ങൾ കേട്ടോ. പോയാലോ? പോന്നോ? നടന്നോ? നേരെ നടന്നോ? ഇതൊക്കെയാണ് കൊല്ലങ്കോടിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. അതിലെ പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് എത്തുമോ? വേണ്ട, ഇതിലെന്നെ പോയിക്കാം. പിന്നെ അതിലെ വളഞ്ഞു പോകണം. ഇതിലെന്നെ പോയിക്കാം. അങ്ങോട്ട് വരുമോ? അപ്പോൾ നമ്മൾ വന്ന ഓട്ടോ അവിടെയാണ് കിടക്കണം കേട്ടോ. അത്രയും ദൂരം നടക്കണം. അപ്പോൾ അയാൾ തിരിച്ചങ്ങോട്ട് വരും. ഇവിടെ നിന്നങ്ങോട്ട് കയറി പോകാലോ. ഇന്നിപ്പോൾ ശനിയാഴ്ച ആയിരുന്നു ഇത്ര തിരക്കുള്ളൂ കേട്ടോ. നാളെയൊക്കെ നല്ല തിരക്കായിരിക്കും. ഇനിയിപ്പോൾ നമ്മളെങ്ങനെ പോണ്? ഇനി നമ്മൾ സീതാർകുണ്ട് വെള്ളച്ചാട്ടം അല്ലേ? ലാസ്റ്റ് പോയിട്ടാണ് നമ്മൾ ചെയ്യണം. അത് കഴിഞ്ഞപ്പോൾ സമയം ഏകദേശം ഒരു 3:30-4 മണിയായി. ഇനിയിപ്പോൾ അധികം പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ അടുത്തൊരു പ്രാവശ്യം വരുമ്പോൾ കുറേ കൂടെ സ്ഥലങ്ങൾ നമുക്ക് ഇടാറുണ്ട്. ഇവിടെ നിന്ന് എത്ര ദൂരം ഉണ്ടെങ്കിൽ പഠിക്കാം? അടുത്ത് തന്നെ 1/2 കിലോമീറ്റർ. 1/2 കിലോമീറ്ററിലോട്ടാണ്. ഇവിടെ റോഡ് പ്രശ്നമുണ്ടോ? റോഡ് നല്ല മോശമാണ്. ഇവിടെ ഒരു ടീ സ്റ്റാളൊക്കെ ഉണ്ട് കേട്ടോ. ഇത്രയും ഏരിയ പാർക്കിങ്ങിന്. പിന്നെ ഊണുണ്ട്, ചെറിയ ചെറിയ ഹോട്ടൽസൊക്കെ ഉണ്ട് ഇവിടെ. തണുപ്പുണ്ടോ വെള്ളം? നല്ല തണുപ്പ്. വാ, ഇനി അങ്ങോട്ട് പോകാല്ലേ? ഈ വഴി കൂടെ അങ്ങ് പോകണം കേട്ടോ. ഇവിടെ പ്രത്യേകിച്ച് റോഡൊന്നുമില്ല, ഇങ്ങനത്തെ വഴികളൊക്കെയാണ്. അവിടെ നിന്ന് വളരെ അടുത്ത് കാണല്ലോ അല്ലേ? നെല്ലിയാമ്പതി മല ഫോറസ്റ്റ് ഏരിയ ആണല്ലേ?
പിന്നെ ഇവിടെ ഈ പ്ലാസ്റ്റിക് വേസ്റ്റുകളുണ്ടോ, ഇതൊക്കെ ഇടുന്നത് മാക്സിമം ഒഴിവാക്കുക. എല്ലാവരും വന്നിട്ട് കുപ്പികളൊക്കെ ഇങ്ങനെ വലിച്ചെറിഞ്ഞിട്ട് പോകും. സീതാർകുണ്ട് വാട്ടർഫാൾ, ഫാൻ പാർക്ക് ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ ഇവിടെ ഇതുണ്ട്, ബാത്റൂം സൗകര്യങ്ങളൊക്കെ ഉണ്ട്. വഴിയൊക്കെ കുറച്ച് പ്രശ്നമുണ്ടോ, വയസ്സായവർക്കൊക്കെ കയറി പോവാനേ. 1 കിലോമീറ്റർ ഉണ്ടോ? അതെ, പറക്കലിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഇങ്ങനെ പോകണം കേട്ടോ. സൂക്ഷിച്ചിറങ്ങിയ ഇവിടെ കുളി നടക്കണ്ടല്ലോ. അറിയിപ്പ് നിങ്ങൾ CCTV എന്താണ് അറിയിപ്പ്? CCTV നിരീക്ഷണത്തിലാണ്. അപകട സാധ്യത കൂടുതലുള്ള മേഖലയാണ്, സൂക്ഷിക്കാൻ എഴുതിയിട്ടുണ്ട് കേട്ടോ. അധികം ഒന്നും ഇറങ്ങി പോകാൻ നിൽക്കണ്ട. അപ്പോൾ അതാണ് സീതാർകുണ്ട് വാട്ടർഫോൾ കേട്ടോ. ഇറങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കാരണം ഇത് ഒരു ഡേഞ്ചർ ആയിട്ടുള്ള വെള്ളച്ചാട്ടമാണ്. അത്യാവശ്യം ആഴമുണ്ട്, പിന്നെ അങ്ങ് ഒഴുകി അങ്ങ് പോകും. ഇഷ്ടംപോലെ ആൾക്കാർ കുളിക്കണൊക്കെ ഉണ്ട്, ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ലത്. മൊത്തം പാറക്കല്ലുകളാണ് കേട്ടോ. നല്ല മഴയത്ത് ഇതിലൂടെയൊക്കെ വെള്ളം വരുന്ന സ്ഥലമാണ്. അത്യാവശ്യം പൂപ്പലൊക്കെ കാണുന്നുണ്ട് ഈ പാറക്കല്ലിൽ, ശ്രദ്ധിച്ചു വരാട്ടോ അവിടെ. അപ്പം ഞങ്ങളിങ്ങനെ വരുന്ന വഴിക്ക് വീണ്ടും ഒരു ചായക്കട. ഇതാരെ ചായക്കടയാണ്? ചന്ദ്രേട്ടൻ്റെ ചായക്കട. ഇവിടെ ഊണും ബിരിയാണി ചായ ഒക്കെ ഉണ്ട്. ഊണില്ലേ? ഊണില്ല? എന്ത് ചെയ്യണം? ഊണ് കഴിഞ്ഞു. ഊണുണ്ടല്ലേ ഇവിടെ? ഉണ്ടാവാറുണ്ടോ? പൊറോട്ട കഴിക്കുക, ഊണ് കഴിഞ്ഞു. ഈ നേരം ആകുമ്പോൾ ഊണ് കഴിയൂല്ലേ? ബീഫ് ബിരിയാണി, 2 പൊറോട്ട. പൊറോട്ടയും ബീഫ് ബിരിയാണി ഉണ്ടാക്കി, ചോറ് കഴിഞ്ഞ്. ഇലകളിലൊക്കെയാണ് സപ്ലൈ. ഇവിടെ മൊത്തം കടകളൊക്കെ എങ്ങനെയാണല്ലോ ഈ സൈഡിലൊക്കെ ഇങ്ങനെ പഴയ സാധാ ടൈപ്പുള്ള കടകളാണല്ലേ. എടുത്തോ, നിങ്ങൾ എടുത്തോ. ഇതെന്ത് ബിരിയാണി? ബീഫ് എടുത്തേട്ട്. പൊറോട്ട ഇതാണ് കുറുമ. നല്ല ചെറിയ റൈസ് അല്ലേ? അപ്പം ഞങ്ങളങ്ങനെ തിരിച്ച് കൊല്ലങ്കോട് ടൗണിലെത്തിയിട്ടാണ്. ഇതാണ് ടൗൺ. ഇനി നമുക്ക് ചേട്ടൻ്റെ മീറ്റർ, നമ്മൾ ആദ്യം മീറ്റർ എടുത്തില്ലേ, ഇതിപ്പോൾ എത്രയായി ചേട്ടാ? എത്ര കിലോമീറ്റർ ആയി നോക്കി? അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത കിലോമീറ്റർ 45,982. അപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് 46,005 ആണ്. അങ്ങനെ ടോട്ടൽ 23 കിലോമീറ്ററാണ് ഇപ്പോൾ ഓടിയേക്കുന്നത്. അപ്പോൾ 23 കിലോമീറ്ററും പിന്നെ ചേട്ടൻ്റെ വെയിറ്റിംഗ് ചാർജും അടക്കം 950 രൂപയാണ് ഇപ്പോൾ കൊടുത്തേക്കുന്നത്.